ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എവ്രി വൺ സ്വിച്ച് ഓൺ യുവർ വീഡിയോസ്. എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് ടീച്ചർമാർ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. ആ കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് കറക്റ്റായിട്ട് ലൈഫിൽ അപ്ലൈ ചെയ്യണം. നമുക്ക് അറിവ് എവിടുന്ന് വേണേലും കിട്ടാം, പക്ഷെ ആ അറിവിനെ നമ്മൾ തിരിച്ചറിവുകളാക്കി മാറ്റുമ്പോഴാണ് നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി ടോട്ടലി മാറുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് ഞാൻ പറയുന്ന പോയിന്റ്സ് ഒക്കെ എഴുതാനായിട്ട് റെഡിയായോ? ഓക്കെ, ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. നമുക്ക് നെഗറ്റീവായിട്ടുള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ടീച്ചർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ മക്കളെ. അപ്പോൾ നമ്മൾ ചില ആൾക്കാരോട് സംസാരിച്ചു കഴിയുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഒരു ക്ഷീണം വരുന്നു, ഒരു ഒരു വല്ലാത്തൊരവസ്ഥ, തളർച്ച വരുന്നു, നമ്മളങ്ങ് ഭയങ്കര ഡള്ളാകുന്നു, നമുക്കൊരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളവർ യെസ് എന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇട്ടെ. അതായത് അവരോട് സംസാരിക്കുന്നതിന് തൊട്ട് മുന്നത്തെ സെക്കൻഡ് വരെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരുന്നതാ, പക്ഷെ അവരോട് സംസാരിച്ചു തുടങ്ങി കഴിയുമ്പോൾ ബൂം, നമ്മുടെ എനർജി പെട്ടെന്ന് അങ്ങൊരു ഡ്രോപ്പ് ആകുന്ന പോലെ. അപ്പൊ ഇതാണ് ഈ നെഗറ്റീവ് ആൾക്കാരുടെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ, ഒരൊറ്റ ആള് മതി നമ്മൾ അവരോട് സംസാരിച്ചു കഴിയുമ്പോൾ, അല്ലെ നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ പിന്നെ പറഞ്ഞു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? നമ്മൾ ആ സ്വപ്നം അല്ലെങ്കിൽ നമ്മുടെ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും അവർ നമ്മളെ തടയും. അവർ നമ്മുടെ സന്തോഷം കെടുത്തും. അവർക്ക് നമ്മൾ ഹാപ്പി ആയിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. നമ്മുടെ സന്തോഷം കെടുത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അവർ ചെയ്യും. അതുപോലെ തന്നെ അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യും, അയ്യോ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരാൻ തുടങ്ങും. അപ്പൊ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? കാര്യം വെച്ചാൽ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്നറിയാം? ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചില ആളുകളുണ്ട്, അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര പോസിറ്റീവ് ആണെന്ന്. അവർക്ക് അറിയത്തില്ല എന്താണ് നെഗറ്റിവിറ്റി, എന്താണ് പോസിറ്റീവ് എന്നൊന്നും പലർക്കും അറിയില്ല. അപ്പൊ നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ തിരിച്ചറിയാം? അപ്പൊ അങ്ങനെ ആളുകളെ തിരിച്ചറിയാനുള്ള 7 ക്ലിയർ സൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ടീച്ചർമാർ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഹായ്, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. ഓക്കെ, അപ്പം നമുക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, അല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും നല്ല സന്തോഷമായിരിക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കടിച്ചിടുമ്പോൾ നല്ല നല്ല വീഡിയോസ്, ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള വീഡിയോസ് ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ടോട്ടലി ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, ഇവരെപ്പോഴും ഉണ്ടല്ലോ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മഴയും പെയ്യുക, ഇവർ പറയും, ഓ ഇന്ന് എന്തൊരു നഷ്ട മഴയാണ്, ഇന്നത്തെ ദിവസമേ പോക്കാം. അതല്ല ഇനി വെയിലാണെങ്കിൽ ഇവർ പറയും, ഓ എന്തൊരു ചൂടായിരിക്കും, സഹിക്കാനേ പറ്റുന്നില്ല. അല്ലെന്നുണ്ടെങ്കിലും ഇവരൊക്കെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പറയും, ഓ ജോലിയൊക്കെ ഉണ്ട്, സാലറി വളരെ കുറവാ, ജീവിതം ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എപ്പോഴും എല്ലാത്തിലും ഒരു പരാതി പറയുന്ന സ്വഭാവം, അല്ലെ? അപ്പൊ ഈ പരാതി പറയുന്നത് ഇവരുടെ ഒരു ശീലമാണ്. അപ്പൊ നമ്മളെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാലും ചില ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ ഉണ്ട്, കണ്ട ഉടനെ ഓടി വരും, പിന്നെ ഒരു മുഖമൊക്കെ വീർപ്പിച്ച് കാണിച്ചിട്ട്, നീ എന്നെ കല്യാണം വിളിച്ചില്ല, നീ നമ്മളെ അങ്ങ് ഒഴിവാക്കി, ഓ നമ്മളൊക്കെ പാവങ്ങളാണ്, ഇനിയിപ്പോ നമ്മളെയൊക്കെ എന്തിനാന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുമാതിരി, കണ്ടിട്ടില്ല ചില ആൾക്കാരുടെ ബിഹേവിയർ, നമുക്കൊക്കെ വല്ലാതെ തോന്നും, അല്ലെ? നിങ്ങൾക്ക് എത്ര പേർക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു മീ എന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇട്ട മീ, അല്ലെ? കല്യാണത്തിന് വിളിച്ചില്ല, അല്ലെങ്കിൽ പാല് കാച്ച് പറഞ്ഞില്ല, നീ അതിന് വിളിച്ചില്ല, എപ്പോഴും ഇങ്ങനെ പരാതി പറയുന്ന ശീലം നല്ലതാണ് അല്ല? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ നിങ്ങൾക്കും ഉണ്ടാവും, അല്ലെ? അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മക്കളെ, ഈ പരാതി പറച്ചിൽ ടീംസുമായിട്ട് നമ്മൾ സഹകരിക്കാനേ പോകരുത്. കാര്യം ഇവരുടെ കൂടെ നമ്മൾ സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം അങ്ങനെയാവും. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റേ അവേ ഫ്രം ദം. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാത്തിലും, അതായത് നമ്മളെ നിരുത്സാഹപ്പെടുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ബിസിനസ് തുടങ്ങാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർ പറയും, അയ്യോ തുടങ്ങല്ലേ, നീ ബിസിനസ് തുടങ്ങല്ലേ, നീ പൊട്ടും ഉറപ്പായി, ഇതിലൊന്നും നീ വിജയിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പൊ അവർ പറയും, ഓ ബൊട്ടീക്ക് തുടങ്ങാമെന്ന് പോവാം, നമ്മുടെ നാട്ടിൽ ബൊട്ടീക്ക് തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥ, ഇനി നീയും കൂടെ തുടങ്ങാത്ത പാടേ ഉള്ളൂ, ഓൺലൈനിലെ ബിസിനസ് ഒന്നും സക്സസ് അല്ല, എത്ര പേരാ ചെയ്ത് പൊട്ടിയേക്ക്, നീ പൊട്ടിയ കഥകളെല്ലാം നമ്മളോട് പറയും, അല്ലെ?
ഇപ്പൊ നിങ്ങൾ ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ട് നിങ്ങൾ ജിമ്മിൽ പോകാനായിട്ട് വരും. അപ്പൊ അവർ പറയും, ഓ മുമ്പൊക്കെ കുറെ നാൾ നീ ശ്രമിച്ചതല്ലേ, വല്ലതും നടന്ന ഇതൊന്നും നടക്കാൻ പോകും, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല. അതായത് എല്ലാ കാര്യത്തിലും നിങ്ങളെ ഇങ്ങനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോ നമുക്കൊരു നല്ല പ്രോത്സാഹനമോ ഒരു നല്ല വാക്കോ തരത്തില്ല. ഇവരെന്ത് ചെയ്യും? എല്ലാത്തിലും നമ്മളെ ഇങ്ങനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങള് ജീവിതത്തില് വളരാനായിട്ട് തുടങ്ങുമ്പോ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുവോ നിങ്ങള് വളരുന്നത്? അവരെന്ത് ചെയ്യും? ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കത്തില്ല ഇവര്. അതായത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അവര് നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ ഒരു സക്സസിന്റെ ഫോട്ടോ ഇടുന്നു, നല്ലൊരു വീഡിയോ ഒക്കെ ഇടുന്നു, അവരനങ്ങത്തേ ഇല്ല അല്ലെ? അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ നമുക്കുണ്ടാവും. അപ്പോ ഈ ആൾക്കാര് അതായത് ഒരു ഇത് പറയാറുണ്ട്, ദേ കട്ട് യുവർ വിങ്സ് ബിഫോർ യു ഈവൻ ഫ്ലൈ. നിങ്ങൾ പറക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളുടെ ചിറകുകൾ വെട്ടിയരിയും. അപ്പൊ ഇങ്ങനെയൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചോണം. ടീച്ചറമ്മ ഇത് പറഞ്ഞിരുന്നത് എന്തിനാണെന്നറിയാവോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തണം, ടീച്ചറമ്മ പറഞ്ഞത് ശരിയാ, ഇവര് നെഗറ്റീവ്, അതുകൊണ്ടാ എന്നെ ഇങ്ങനെ പുറകോട്ട് വലിക്കുന്നത്. അതായത് എന്ത് കാര്യം പറഞ്ഞാലും അവർ അതിനകത്തെ തടസ്സം അന്നേരം കണ്ടെത്തും, നല്ല കാര്യങ്ങളൊന്നും കണ്ടെത്തില്ല. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ മക്കളെ നീ അത് ചെയ്യ്, നല്ലതാട പോലെ, നീ അത് ചെയ്താ നിന്നെ കൊണ്ട് അത് പറ്റും, നീ അത് ചെയ്ത് നോക്ക് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു പ്രോത്സാഹനം തരുവാ, നമുക്ക് എന്തൊരു സന്തോഷം അല്ലെ? പക്ഷെ ഈ നെഗറ്റീവായിട്ടുള്ള മനുഷ്യരെ കാണാൻ നമ്മളെ ഒരു വിലയില്ലാതെ ആയിരിക്കും ഇവര് കാണുന്നത്. അവര് നമ്മളോടൊരു പുച്ഛഭാവത്തിലൊക്കെ പെരുമാറും. നിങ്ങൾ ചില ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാലേ അവർക്കങ്ങ് എല്ലാവരോടും പുച്ഛം, അവര് മാത്രം വലിയ ആൾക്കാരും ബാക്കി എല്ലാവരും അങ്ങ് മണ്ടന്മാരെന്നാണ് അവരുടെ വിചാരം അല്ലെ? ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല, നിങ്ങളുടെ പല ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഒക്കെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ല? ഇതുപോലുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ട് മക്കളെ. അടുത്തത് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എനർജി ഡ്രെയിനേഴ്സ് ആണ് കേട്ടോ. അതായത് ഇവര് നിങ്ങളുടെ എനർജി ഇങ്ങനെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോ പിന്നെ നമ്മൾ ചില ആൾക്കാരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചിലപ്പോൾ നല്ല പോസിറ്റീവായിട്ട് എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കുമായിരിക്കും. നല്ല പോസിറ്റീവായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടീച്ചർമ്മയുടെ വീഡിയോ കാണുന്നു അല്ലെ, എന്നോട് സംസാരിക്കുന്നു, നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടും അല്ലെ? നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ കിട്ടും, നല്ല പോസിറ്റീവ് എനർജി കിട്ടും, അതുപോലെ നല്ല സന്തോഷത്തിലേക്ക് നിങ്ങളെത്തും. എന്നാൽ നേരെ മറിച്ച് ചില ആൾക്കാരോടുണ്ടല്ലോ, നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കങ്ങ് ഭയങ്കരമായിട്ടൊരു നെഞ്ചിലൊരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നു, ജീവിതത്തിലൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥ, ഒരു ക്ഷീണമൊക്കെ തോന്നത്തില്ലേ അല്ലെ? പലരും പറയാറുണ്ട്, ടീച്ചർമാരുടെ വീഡിയോ കണ്ടപ്പോൾ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ വന്നു, നമുക്ക് ജീവിക്കണമെന്ന് തോന്നി. നേരെ മറിച്ച് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോഴോ ഇവർ നമ്മുടെ ഉള്ള പ്രതീക്ഷയും കൂടെ തകർക്കും അല്ലെ? അപ്പോ ഇങ്ങനെയുള്ള ഈ നെഗറ്റീവായിട്ടുള്ള ആളുകളുണ്ടല്ലോ, നിങ്ങൾ ഇനിയിപ്പോ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ മീറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ എനർജി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ എനർജി കുറയുന്നുണ്ടെങ്കിൽ, ചില ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ സഹകരിക്കുമ്പോൾ നമ്മുടെ എനർജി ഡിപ്ലീറ്റ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇവർ നെഗറ്റീവായിട്ടുള്ള ആളുകളാണ്. ഇവരിൽ നിന്ന് എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഓടി രക്ഷപ്പെട്ടോളൂ. ഇങ്ങനെയുള്ള ആൾക്കാരോട് പോയി സഹകരിക്കരുത്. നമ്മൾ സഹകരിക്കുന്ന ആൾക്കാരെല്ലാം നല്ല ആൾക്കാരായിരിക്കണം, നമ്മളെ ലൈഫിൽ വളരാൻ സഹായിക്കുന്ന, വിജയിക്കാൻ സഹായിക്കുന്ന നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടല്ലോ അല്ലെ? ടീച്ചറമ്മ എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് എന്തോരം ഫ്രീ ക്ലാസ്സുകളാണ് വന്നിട്ടുള്ളത്. നമ്മുടെ യൂട്യൂബ് ചാനൽ, സുജാർ മോഹൻ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയാൽ അതിന്റെ പ്ലേലിസ്റ്റിൽ ഫ്രീ ക്ലാസ്സുകൾ എന്തോരം ഇട്ടേക്കുന്നത്. എന്തിനാ തരുന്നത്? നിങ്ങൾ നന്നായി അല്ലെ, നല്ല പോസിറ്റീവ് ചിന്തയിലേക്ക് എല്ലാവരും എത്തണം, എല്ലാവരും എപ്പോഴും സന്തോഷത്തിൽ ജീവിക്കണം. ആ ഒരു ഇന്റൻഷൻ ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും ലൈഫിൽ എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ളൊരു ആത്മാർത്ഥത ഉള്ളതുകൊണ്ടല്ലേ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അല്ലെ? നേരെ മറിച്ച് നമ്മളെ അയൽപ്പക്കത്തൊക്കെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയേ അല്ലെ? അവരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ ചിലപ്പോൾ ഒരു വിഷമോ വേദനയോ ഒക്കെ ആയിരിക്കും പറയുന്നത്, അവരെന്ത് ചെയ്യും? കുറേ കൂടെ ഇട്ട് കൂട്ടി നമ്മളെ ഉള്ള മനസ്സിനകത്ത് ഉണ്ടായിരുന്ന ഒരു 20% പെയിൻ ആണ് അവരത് 80% ആക്കി തരും അല്ലെ? അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഇനി നാലാമത്തെ എന്ന് പറഞ്ഞാൽ മക്കളെ, ജലസ് ഓഫ് അതേഴ്സ് സക്സസ്. അതായത് നമ്മൾ പറയില്ലേ, ഈ കുശുമ്പും കുന്നായ്മയും മാറാത്ത കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവർക്ക് മറ്റുള്ളവരുടെ സക്സസ് സഹിക്കാനേ പറ്റത്തില്ല. ആരെങ്കിലും സക്സസ്ഫുൾ ആയെന്ന് കണ്ടു കഴിഞ്ഞു അവനെ എങ്ങനെങ്കിലും വലിച്ചു താഴത്തേക്ക് ഇടാതെ ഇവർക്കൊരു സമാധാനമില്ല. നമ്മൾ ആ സക്സസ്സിൽ സന്തോഷിക്കുമ്പോണ്ടല്ലോ, ഇവരുടെ മനസ്സിനകത്ത് ആ അസൂയ നിറയും. ഇവര് നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ ചിരിച്ചൊക്കെ കാണിക്കും, പക്ഷെ ഇവരുടെ ഉള്ളിനകത്ത് മൊത്തം അവരിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുക, എരിച്ചിൽ അവർക്ക് ഫീൽ ചെയ്യും അല്ലെ? എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നേ, പുള്ളിക്കാരി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, എപ്പോഴും അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട്, അങ്ങനെ ഈ ബിസിനസ് നല്ല രീതിയിൽ അങ്ങ് സക്സസ്ഫുൾ ആയപ്പോൾ കൂടെ നിന്ന് ആ ഫ്രണ്ട് പിന്നെ മിണ്ടുന്നില്ല. കാര്യം എന്താ? അവർക്ക് ഈ ഫ്രണ്ട് സക്സസ്ഫുൾ ആയത് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയല്ലേ?
നിങ്ങൾക്കും ഉണ്ടോ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ? ഇങ്ങനെയൊക്കെയുള്ള പരിചയക്കാർ നിങ്ങൾക്കും ഉണ്ടോ? അപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഇവര് നമ്മുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യും. അതുപോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില നല്ല സുഹൃത്തുക്കളൊക്കെയാണ് അവർ പറയും, ഇന്ന് എനിക്ക് ഇത്രയും സക്സസ് ഉണ്ടായല്ലോ എന്ന്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നമ്മളെ ഒരുപാട് അപ്രീഷിയേറ്റ്, നമ്മൾ ജീവിതത്തിൽ വളരാൻ വേണ്ടി നമുക്ക് എല്ലാം പറയും. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന എല്ലാ മനുഷ്യർക്കും വളരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യും ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. കാര്യം എന്തുകൊണ്ടാ, എല്ലാവരും വളരണം, ആർക്കും ഒരു ദോഷം വരും, എല്ലാവരും വളർന്ന് വിജയിച്ച് കാണണം എന്നുള്ളൊരു ചിന്ത അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ആരെങ്കിലും വളരുന്ന കാണുമ്പോൾ അപ്പൊ തുടങ്ങും ഈ അസൂയ. ഇനി 5ാമത്തെ എഴുതിക്കോളൂ, ഗോസിപ്പ് ആൻഡ് നെഗറ്റീവ് ടോക്ക്. ഇവർക്ക് ഗോസിപ്പ് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ള ആളുകളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അതിനകത്തൊരു ആനന്ദം കണ്ടെത്തും. ചിലപ്പോൾ മറ്റുള്ള ആളുകൾക്ക് കുറ്റമൊന്നും കാണത്തൊന്നുമില്ല, പക്ഷെ ഇവരിങ്ങനെ അത് എവിടുന്നെങ്കിലുമൊക്കെ തുരന്ന് കണ്ടുപിടിച്ച് അതൊക്കെ ഡിസ്കസ് ചെയ്ത്. കണ്ടിട്ടില്ലേ ചില ആളുകൾ അയൽപ്പക്കത്തെ വീടുകളിൽ പോയി ഇരുന്നിട്ട്, അറിഞ്ഞോ വേണ്ട അപ്പുറത്തെ വീട്ടില് ഇന്നാര് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെയുള്ള കുറ്റങ്ങളും കുറവുകളും ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിൽ ചെന്നിരുന്ന് പറയാം. പ്രത്യേകിച്ച് നാട്ടുപുറത്തൊക്കെ നമ്മൾ കൂടുതലാണ്, ഫ്ലാറ്റിലൊക്കെ പിന്നെ അധികം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സഹകരിക്കാൻ പോകില്ല. ഇങ്ങനെ ചെന്നിരുന്ന ആൾക്കാരുടെ കുറ്റങ്ങളും കുതിയും നുണയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ബന്ധുക്കളെ കുറ്റം പറയും, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ കുറ്റം പറയും. ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും, കാണുമ്പോൾ വെളുക്ക ചിരിക്കും, പക്ഷെ തിരിയുമ്പോൾ കുറ്റം പറയും അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മൾ സൂക്ഷിക്കണം മക്കളെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നിങ്ങളുടെ ആബ്സെൻസിൽ, നിങ്ങൾ ഇല്ലാത്ത സമയത്ത് അവർ നിങ്ങളുടെ ഗോസിപ്പും പറയും, ശരിയല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവായി നിൽക്കണം. ഇവരെന്ത് സ്വഭാവമുള്ളവരാ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 6ാമത്തതാണ്, ഇവര് സ്പ്രെഡിങ് ഫിയർ ആൻഡ് ഡൗട്ട്. ഇവരുണ്ടല്ലേ എപ്പോഴും ഒരു പേടിയും ഒരു ഡൗട്ടിലുമായിരിക്കും ഇവർ ജീവിക്കുന്നത്. ഇവര് ആ ഫിയറും പിന്നെ ഡൗട്ടും ഒക്കെ നമ്മുടെ മുകളിൽ വിടും. അതായത് ഇപ്പം നമ്മളൊരു കാര്യം ഇവരോട് പിന്നെ മനസ്സ് തുറന്ന് ഇങ്ങനെ പറയാണ്, പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അപ്പൊ ഉടനെ അവരെന്ത് പറയും, യോ നീ ശ്രമിക്കല്ലേ, നീ പരാജയപ്പെട്ടു. അത് നമ്മളെ കൂടെ പേടിപ്പിക്കും, മനസ്സിലാവുന്നു? അത് റിസ്ക്കാ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ നീ എന്തു ചെയ്യും? കുറേ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പം നമുക്കും തോന്നും, ഷോ ഇവർ പറയുന്നത് ശരിയാണോ അല്ലെ. ഇവർ പറയുന്ന പൊട്ടത്തരങ്ങൾ കേൾക്കാൻ നമ്മൾ ഒരിക്കലും പോകരുത്. ഇനി 7ാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്ലേയിങ് വിക്ടിം ഓൾവേസ്. അതായത് ചില മനുഷ്യരുണ്ട് മക്കളെ, അവരെപ്പോഴും ഒരു വിക്ടിം മെന്റാലിറ്റിയിലായിരിക്കും ജീവിക്കുന്നത്. വിക്ടിം മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ അവരിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ചില ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എന്തുണ്ട് സുഖമായിട്ടിരിക്കുന്നു? ഓ എന്തോ പറയാനാ, ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു, ദൈവം വളർന്നിട്ട ജീവിതം എങ്ങനെയൊക്കെയോ അങ്ങ് ജീവിച്ച് തീർക്കുന്നു അല്ലെ. ഒരു നിരാശ, ഒരു എന്താ പറയാ, ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. ഒരു സന്തോഷമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. അതുപോലെ ആർക്കും എന്നെ കണ്ടൂടാ, ഒരു മനുഷ്യർക്കും എന്നെ കണ്ടൂടാ. പിന്നെ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരൊന്നും ശരിയല്ല, എൻ്റെ ഭർത്താവ് ശരിയല്ല, എൻ്റെ ഭാര്യ ശരിയല്ല, എൻ്റെ മക്കൾ ശരിയല്ല, ചുറ്റുമുള്ള മനുഷ്യർ, അതായത് യുവത്വങ്ങൾ ശരിയല്ലാത്തതുകൊണ്ട് എനിക്കൊരു ഗതി പിടിക്കാത്ത, അതായത് ചുറ്റുമുള്ള മനുഷ്യരാണ് അവരുടെ പരാജയത്തിന് കാരണം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് നടക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ അവരുടെ ലൈഫിൽ അവർ പരാജയപ്പെടുന്നതിന്റെ ഉത്തരവാദിത്തം അവർ സ്വയം ഏറ്റെടുക്കത്തില്ല. ഇവരെന്ത് ചെയ്യും, മറ്റുള്ളവരെങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, ഇവര് കാരണമാണ് എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്തതെന്നും പറഞ്ഞ് എന്ത് ചെയ്യും, ഇവര് എപ്പോഴും പരാതിയും പരിഭവമായിട്ട് നിൽക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ സഹകരിച്ചാൽ എന്ത് പറ്റും, നമ്മൾ ആരുമായിട്ടാണോ സഹകരിക്കുന്ന അവരുടെ സ്വഭാവം നമ്മളിലേക്ക് വരും. ഇഫ് യു ആർ എമംഗ് 5 idiots, you are the 6th one. If you are among 5 billionaires, you are the 6th one എന്ന് പറയാറുണ്ട്. അതായത് നിങ്ങൾ സഹകരിക്കുന്ന ആളുകൾ എങ്ങനത്തെയാ, അതുപോലെ ഇരിക്കും നിങ്ങളുടെ സ്വഭാവം അല്ലെ. നമ്മൾ നല്ല ആളുകളോടാണ് സഹകരിക്കുന്നത്, മോശം നല്ല ആളുകളോടാണ് സഹകരിക്കുന്നത്, നമ്മുടെ സ്വഭാവം അതുപോലെ ഇരിക്കും. നിങ്ങളിപ്പോൾ നമ്മുടെ സിൽവർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു, 30 days മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ്. ടീച്ചറമ്മ എന്തോരം നല്ല കാര്യങ്ങളാണ് മക്കളെ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിനെ ഞാൻ റീപ്രോഗ്രാമിംഗ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ റീപ്രോഗ്രാമിംഗ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു പോസിറ്റീവായിട്ടുള്ള വ്യക്തിയുടെ ബ്ലൂ പ്രിന്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പോലും അറിയാം നമ്മളൊരു പോസിറ്റീവ് വ്യക്തിയായി മാറുക. അപ്പോൾ ഓരോ സാഹചര്യത്തിലും എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, മറ്റുള്ളവരെ എങ്ങനെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെ നമ്മുടെ വീടിനെ സ്വർഗമാക്കാം. അപ്പൊ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ നല്ല മനുഷ്യരുമായിട്ട് സഹകരിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫ്
അതുപോലെയോ? നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട സമയം ഏതെങ്കിലും നിങ്ങളുടെ ഒരു നെഗറ്റീവായിട്ടുള്ള റിലേറ്റീവിന്റെ അടുത്ത് പോയിരിക്കുക, ആ 1 മണിക്കൂർ. ദൈവമേ, അവര് ലോകത്തില്ലാത്ത അല്ലേ ആൾക്കാരുടെ കുറ്റങ്ങൾ പറയും, പിന്നെ ആളുകളെ ദൂഷിക്കും, ലോകത്ത് നടക്കുന്ന മൊത്തം പ്രശ്നങ്ങൾ പറയും. ഇതെല്ലാം കൂടെ കേട്ട് നമ്മളവസാനം ഇങ്ങനെ കിളി പോയ അവസ്ഥയിലിരിക്കും അല്ലെ. അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഇതുപോലെ നമ്മൾ സഹകരിക്കുന്ന ആൾക്കാര് നല്ല ആൾക്കാരായിരിക്കണം. നമ്മൾ ഒരിക്കലും ഒരു വിക്ടിം മെന്റാലിറ്റിയിൽ ജീവിക്കരുത്. ബി എ വിന്നർ മക്കളെ. എപ്പോഴും നമ്മളൊരു വിന്നർ ആയിരിക്കണം. അതായത് ബി ദ ക്രിയേറ്റർ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ക്രിയേറ്റർ നിങ്ങളാ. അപ്പോ ഒരിക്കലും ഒരു വിക്ടിമായിട്ട് ഒരു വിക്ടിം മെന്റാലിറ്റിയിൽ ജീവിക്കരുത്. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മൾ ഒഴിവായി നിൽക്കാനായിട്ട് ഇതിന്റെ സൊല്യൂഷൻ വേണമല്ലോ. അപ്പൊ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് എഴുതിക്കോളൂ മക്കളെ. സെറ്റ് ക്ലിയർ ബൗണ്ടറീസ്. നിങ്ങൾ ക്ലിയർ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അതായത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് നോ പറയേണ്ടി വരും. പലർക്കും നോ പറയേണ്ടടുത്ത് നോ പറയാൻ ഭയങ്കര വിഷമം. പക്ഷെ ചില സാഹചര്യങ്ങൾ നമുക്കത് പറഞ്ഞേ പറ്റൂ. ചില ആൾക്കാർ ഒട്ടും നമുക്ക് പറ്റാത്തവരാണ്. നമ്മൾ അവരിൽ നിന്ന് അകന്ന് നിന്നേ പറ്റൂ. വീണ്ടും വീണ്ടും അടുപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനവും പോയി, സ്വസ്ഥതയും പോയി. ഒരു തരത്തിൽ ഈ മനുഷ്യർ നമ്മളെ ജീവിക്കാനും സമ്മതിക്കത്തില്ല അല്ലേ. അടിച്ചാലും തൂത്താലും പോവാതെ ഇങ്ങനെ കൂടെ കൂടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യണം. ആരുമായിട്ടൊക്കെ സഹകരിക്കണം, ആരെയൊക്കെ ഒഴിവാക്കണം നമ്മൾ തീരുമാനിക്കണം. നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഒരു കാരണവശാലും അടുപ്പിക്കരുത്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെൻഡ് ടൈം വിത്ത് പോസിറ്റീവ് പീപ്പിൾ. നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന, നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന, നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന, നിങ്ങളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ എടാ നീ അത് ചെയ്യടാ, നിനക്ക് നല്ല കഴിവുണ്ട്, നീ ഒരുപാട് കഴിവുള്ള പെൺകുട്ടിയാ, അല്ലെ നീ നല്ല കഴിവുള്ള വ്യക്തി, നീ അത് ചെയ്യും, നീ അതിൽ വിജയിക്കും, നിന്റെ കൂടെ ഞാൻ നിൽക്കാം. ആര് നിനക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് മെന്റൽ സപ്പോർട്ട് തരാൻ പറ്റും. കയ്യിൽ ചിലപ്പോൾ പൈസ ഒന്നും എടുത്ത് സഹായിക്കാൻ കാണത്തില്ല, മെന്റൽ സപ്പോർട്ട് ഞാൻ തരാം, നീ അത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരാനും വിജയിക്കാനും ആഗ്രഹിക്കുന്ന മനുഷ്യർ വളരെ കുറച്ചേ കാണും. ശരിയല്ലേ? ബാക്കിയുള്ളതെല്ലാം എന്താണ്, എങ്ങനെയെങ്കിലും നമ്മളെ വലിച്ചു താഴത്തേക്ക് ഇടാൻ നോക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും നല്ല മനുഷ്യരുമായിട്ട് സഹകരിക്കുക. അപ്പൊ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് അടുത്ത അതിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 2-ാം തീയതിയാണ് കേട്ടോ. അപ്പൊ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവർ അതിൽ ജോയിൻ ചെയ്ത് മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല സന്തോഷത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഗാർഡ് യുവർ എനർജി. അതായത് ഈ പിന്നെ ആളുകളുമായിട്ട് സഹകരിക്കുമ്പോൾ നമ്മുടെ എനർജി ഡിപ്ലീറ്റ് ആകാനായിട്ട് ഇടവരരുത്. അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ് യുവർ എനർജി ലൈക്ക് ഗോൾഡ്. സ്വർണം പോലെ. സ്വർണം എന്ന് പറഞ്ഞാൽ നല്ല വിലപിടിപ്പുള്ള സാധനമാണ്. അപ്പൊ ഇതുപോലെ നമ്മുടെ എനർജിയെ നമ്മൾ സൂക്ഷിക്കണം. ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് സഹകരിച്ച് നമ്മുടെ എനർജി വെറുതെ വേസ്റ്റ് ആക്കരുത്. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ പോസിറ്റിവിറ്റി. നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആകുന്നോ നെഗറ്റിവിറ്റി അത്രയും നമ്മളെ ടച്ച് ചെയ്യത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ നല്ല പോസിറ്റീവ് ആയിരിക്കുക, എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുക, നല്ല ജില്ലായിട്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ ടീച്ചറമ്മയെ നോക്കുമ്പോൾ എപ്പോഴും ടീച്ചറമ്മ ചിരിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. നിങ്ങൾ വിചാരിക്കും ഓ ടീച്ചറമ്മയുടെ ലൈഫ് എന്തോ അടിപൊളി, എല്ലാം സൂപ്പറാ, ടീച്ചറമ്മ ഇങ്ങനെ സക്സസ്ഫുൾ ആകുമ്പോൾ ആൾക്കാർ ചുറ്റും നിന്നും വെരി ഗുഡ് സുജ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് തരുമായിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. എല്ലാവർക്കും പരീക്ഷണങ്ങളുണ്ട് മക്കളെ. ഏതൊരു മനുഷ്യനും പരീക്ഷണങ്ങളുണ്ട്. നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുന്നോ അത്രയും പരീക്ഷണങ്ങൾ കൂടും. പക്ഷെ ഏതൊരു പരീക്ഷണത്തിലും എന്താണ്, നമ്മുടെ ഹാപ്പിനെസ് വിട്ട് കളയാതെ നമ്മൾ ആ ഹാപ്പിനെസ്സിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ആ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നത്. മനസ്സിലാവും? സാഹചര്യങ്ങളില്ല, സാഹചര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഏതൊരു സാഹചര്യത്തിലും പോസിറ്റീവായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്, വിലമതിക്കാനാകാത്ത കാര്യമാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ആൾക്കാരുടെ കൂടെ കൂടി നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ലൈഫ് നിങ്ങൾ നശിപ്പിക്കല്ലേ മക്കളെ. നിങ്ങൾ നല്ല മനുഷ്യരുമായിട്ട് സഹകരിക്കുക. നിങ്ങൾ നല്ല ക്ലാസ്സുകളും കോഴ്സുകളും ഒക്കെ എടുത്ത് പഠിച്ച് നല്ല മെന്റർമാരുമായിട്ട് നമ്മളെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് വളരണം, വിജയിക്കണം, നമ്മൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന നല്ല മെന്റേഴ്സുമായിട്ടൊക്കെ കണക്ട് ആയി നമ്മുടെ മനസ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഡ്രീംസ്, നമ്മുടെ സ്വപ്നങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റിൽ ഐ ചൂസ് പോസിറ്റിവിറ്റി എന്ന് കമന്റ് ഇടുക. എന്താണ്? ഐ ചൂസ് പോസിറ്റിവിറ്റി. ഓക്കെ. അപ്പം പിന്നെ നെഗറ്റീവ് ആൾക്കാർ ഒരുപാട് നിങ്ങളുടെ പരിചയത്തിലും ബന്ധുക്കളിലും ഒക്കെ നെഗറ്റീവ് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് യൂട്യൂബ് വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടീച്ചറും ഈ ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ വീഡിയോ നിങ്ങൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവ് ആയിരിക്കുക, നല്ല ആളുകളുമായിട്ട് സഹകരിക്കുക, എല്ലാവരുടെയും മുഖത്ത് എപ്പോഴും നല്ലൊരു പുഞ്ചിരി മായാതെ കാത്തു സൂക്ഷിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായത് ടീച്ചർമാർ വിചാരിക്കുന്നു. ഇഷ്ടമായ ഒരു കമന്റിൽ യെസ് എന്ന് കമന്റ് ഇട്ട് നോക്കട്ടെ എത്ര പേർക്ക് ഇഷ്ടമായെന്ന്. ഇഷ്ടമായ?
ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ടീച്ചർമ്മ ഇനി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫ്രീ ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത് എപ്പോഴും നല്ല സന്തോഷമായിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്. കുറേ പേരുടെയൊക്കെ വീഡിയോ ഓഫ് ആണല്ലോ. ശരി, അപ്പോൾ താങ്ക് യു സോ മച്ച് മക്കളെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, ലവ് യു ഓൾ.